വലിയ മധുരമില്ലാത്ത ചെറിയ പുളിയുള്ള മാതളമാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് ഞാനിന്നൊരു അച്ചാറാണ് കേട്ടോ ആക്കാൻ പോകുന്നത്. അപ്പോൾ മാതളം ഇതുപോലെ മുറിച്ചിട്ട് ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കുകയാണെങ്കിൽ പല്ലുകൾ പെട്ടെന്ന് അടന്ന് കിട്ടുവേ. അപ്പം നമുക്ക് അച്ചാറിടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ അല്ലാത്ത സൺഫ്ലവറോ പാം ഓയിലോ എന്തെങ്കിലും എടുക്കാം കേട്ടോ. അതിലേക്ക് കടുകും ഉലുവയും ഇട്ട് പൊട്ടി വന്ന ശേഷം കുറച്ച് അധികം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു 2-3 പച്ചമുളകും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഈ സമയം അച്ചാർ പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ കായം കുറച്ചേറെ ഇട്ട് കൊടുക്കുന്നുള്ളത് കൊണ്ട് അച്ചാർ പൊടി എടുത്തിട്ടില്ല. അതിനുശേഷം ആവശ്യത്തിനുള്ള കായവും കുറച്ചേറെ തന്നെ അച്ചാർ പൊടി ഇടാത്തത് കൊണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഒഴിച്ച് പച്ചമണം എല്ലാം ഒന്ന് മാറി വരുമ്പോൾ ആവശ്യത്തിന് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്ക് നമ്മൾ അടർത്തി വെച്ചിരിക്കുന്ന മാതളത്തിൻ്റെ അല്ലി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ മാതളത്തിന് ചെറിയ മധുരം ഉള്ളത് കൊണ്ട് ഞാനിവിടെ പഞ്ചസാര ചേർക്കുന്നില്ല.